നിരോധിക്കപ്പെട്ട PFI അംഗങ്ങളുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച് TN പ്രതാപൻ MP. അതേസമയം യൂത്ത് കോൺഗ്രസ് തൃശൂരിൽ നടത്തിയ ചാണകവെള്ളം തളിച്ചുകൊണ്ടുള്ള സമരത്തെ പ്രതാപൻ തള്ളിപ്പറഞ്ഞു. ചാണകവെള്ളം തളിച്ച സമരത്തോട് യോജിപ്പില്ലെന്ന് പ്രതാപൻ വ്യക്തമാക്കി. പ്രധാനമന്ത്രി പങ്കെടുത്ത തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തെ വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് നടത്തിയതും ഇത് BJP യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞതും വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനെതിരെ രംഗത്തെത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് ഇത്തരം പ്രതിഷേധത്തിലേക്ക് അവരെ നയിച്ചതെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിനെ തള്ളി കോൺഗ്രസ് ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. അതേസമയം മോദിയുടെ തൃശൂർ സന്ദർശനം പരാജയവും വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതുമായി മാറിയെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് 5 കോടി ഗ്രാന്റും 50 കോടിയുടെ പ്രത്യേക പദ്ധതിക്കും അപേക്ഷ നൽകിയെങ്കിലും യാതൊന്നും പരിഗണിച്ചില്ലെന്നും പ്രതാപൻ കുറ്റപ്പെടുത്തി. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ് തൃശ്ശൂർ MP. ഒരു കോംപ്രമൈസും ന്യൂനപക്ഷ വർഗീയതയുമായും ന്യൂനപക്ഷ ഫാസിസ്റ്റുകളുമായും ഭൂരിപക്ഷ വർഗീയതയുമായും ഭൂരിപക്ഷ ഫാസിസ്റ്റുകളുമായും ചെയ്യത്തില്ല. എല്ലാ തരത്തിലുള്ള വർഗീയ ഫാസിസത്തെയും എതിർക്കും, സന്ധിയില്ലാതെ അതിനെതിർക്കും. നിരോധിക്കപ്പെട്ട PFന്റെ ഏതെങ്കിലും ആളുകളുമായി ഒരു ചെറിയ സൗഹൃദമുണ്ടെന്ന് തെളിയിക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിക്കും. ഒരു മതനിരപേക്ഷതയുടെ മണ്ണാണ്. ഇവിടെ ഈ വർഗീയ ഫാസിസമായി വന്നാൽ വില പോകില്ല. അപ്പോഴാണ് ഭീഷണിപ്പെടുത്തി നിർജീവമാക്കാമെന്നുള്ള ധാരണ വന്നത്. RSSന്റെയും BJPയുടെയും സംഘപരിവാറിന്റെയും ഭീഷണി വില പോകില്ല. തനിക്കെതിരായ PFI ബന്ധം തെളിയിക്കാൻ സുരേന്ദ്രനെ വെല്ലുവിളിച്ച പ്രതാപൻ സംഘപരിവാറിന്റെയും BJPയുടെയും ഭീഷണികൾ വിലപ്പോവില്ലെന്നും കൂട്ടിച്ചേർത്തു. പ്രതാപനെതിരെയുള്ള BJPയുടെ ഭീഷണി സമാധാന അന്തരീക്ഷം തകർക്കാനാണെന്നും എന്ത് വില കൊടുത്തും MPയെ സംരക്ഷിക്കുമെന്നും DCC പ്രസിഡന്റ് ജോസ് വെള്ളൂർ അറിയിച്ചു. TN പ്രതാപനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ആക്രമിക്കാനും ശ്രമിച്ചാൽ അതിന് എന്ത് വില കൊടുത്തും കോൺഗ്രസ് നേരിടും. പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കുന്ന സംഘപരിവാർ ശൈലി കേരളത്തിൽ വില പോകില്ല. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. മീഡിയ ടൈം തൃശൂർ.